ഹായ് നമസ്കാരം, ഞാൻ ശ്വേത മേനനാണ്. ഞാൻ ഇപ്പൊ സഞ്ജീവനിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഓഗസ്റ്റ് 20 മീറ്റിംഗ് എത്തിയോ എന്ന് ചോദിച്ചാൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻസിബ എന്താ പറയാ, ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു പൊതുജനം അൻസിബ ഹസന്റെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത് പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ട് അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്ന് കണ്ടെത്തിയെങ്കിലും അത് നിസാരവൽക്കരിക്കുന്നതാണ് പോലീസ് റിപ്പോർട്ട്. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് തന്നെ കമന്റ് ഇട്ടോ. പോലീസുകാർ ഉൾപ്പെടെ ആണെങ്കിലും ഈ പറഞ്ഞ ടിനിക്ക് സപ്പോർട്ടും കാര്യങ്ങളാണ്. ജിഹാദി എന്നൊക്കെ വിളിച്ച് വെറുതെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പോലീസോടെ പ്രസന്റ് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കോടതിയില്ല. പിന്നെ തുടക്കത്തെ വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. ശ്വേത മേനന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് വോയിസ് ആണ്. അത് നമ്മുടെ യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ആദ്യം പുറത്തു വരികയൊക്കെ ചെയ്തത്. പുള്ളി ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ അതിലും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഒരു വിഷയം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പല ആൾക്കാരും വിചാരിക്കും ഞങ്ങൾ ഓരോ കണ്ടന്റ് വരുമ്പോൾ ഇതൊക്കെ വിടുവൊന്നും. ഇല്ല, എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് കമന്റ് ഇടുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് ഒരു ഹൈപ്പും കൊടുക്കുക. പരമാവധി ഈ വിഷയം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്ത് വെച്ചോ. ഇനിയും കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇനി കുറച്ച് കാര്യങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതുപോലുള്ള വോയിസുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ പറയുന്ന ഇപ്പം ശ്വേതയാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും ഇവരിപ്പോൾ ഫ്രോഡാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അവർ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ലീക്ക് ആക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം ആ വോയിസിലോട്ട് നമുക്ക് പോവാം. അതുപോലെ തന്നെ UK-കാരൻ ടിനി ടോമിനെതിരെ കേസ് കൊടുത്ത ഒരു UK-കാരനുണ്ട്. ടിനി ടോമിന്റെ മോനെ ഈ പറയുന്ന അയാളുടെ വീടിന്റെ വാതൊക്കെ വന്ന് ബഹളം വെച്ചതും തെറി വിളിച്ചതും പൂര തെറി വിളിച്ചതൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും നിങ്ങൾ ഈ ഒരു വോയിസ് കേൾക്കുക. അപ്പം ഞാൻ പറയുന്ന പോലെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് തന്നെ കൊടുക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഹൈപ്പും കൂടെ കൊടുത്തു. പരമാവധി ഈ വിഷയം ഒന്ന് ഷെയർ ചെയ്യണം. ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. ഫോളോയും കൂടെ ചെയ്തോ. ഫേസ്ബുക്കിൽ കാണുന്നവർ. ഹായ് നമസ്കാരം, ഞാൻ ശ്വേത മേനനാണ്. ഞാൻ ഇപ്പൊ സഞ്ജീവനിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഓഗസ്റ്റ് 20 മീറ്റിംഗില് സഞ്ജീവിനി അവള് കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് സഞ്ജീവിനി അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയെടുത്തു. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമ്മളുടെ ടീമിലൂടെ ഈ അവൾ ആരാന്ന് വെച്ചാൽ മനസ്സിലായി കാണുമല്ലോ. മറ്റാരുമല്ല, നമ്മുടെ അൻസിബയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സഞ്ജീവിനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അതിൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാം, വിശദമായിട്ട് പറയാം. നിങ്ങൾ വോയിസ് കേൾക്കുക. ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഉണ്ടാവുമ്പോ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്? നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു ഡോക്ടർ മുഖാന്തരം നമുക്ക് കറക്റ്റ് മെഡിസിൻസ് നമുക്ക് അത് അറിയാൻ പറ്റും. ഈ കാര്യങ്ങള് ഇവള് ഓരോ ആൾക്കാരെ ഓരോ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഫ്രം സ്റ്റാർട്ടിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓഗസ്റ്റ് 20 രാത്രി മജീദ് ഖാൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്തിനാണ് അൻസിബേനെ സഞ്ജീവനി എന്ന് മാറ്റിയത്? ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു അവിടുത്തെ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. ആ വിഷ്ണുവിനെ നൈസായിട്ട് ഇവരങ്ങ് മാറ്റി. ഈ പുതിയ സംഘടന വന്ന സമയത്ത് മരുന്നും കാര്യങ്ങളും എല്ലാം ഇവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ പറയുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു. എന്തുകൊണ്ട് വിഷ്ണുവിനെ മാറ്റി? എല്ലാവരെക്കാളും തീരെ വില കുറച്ചിലാണ് വിഷ്ണു മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. വിഷ്ണുവിനെ മാറ്റി. അത് കഴിഞ്ഞിട്ട് പുതിയ വലിയ വലിയ കമ്പനിയിലെ ആൾക്കാരെ കൊണ്ടുവരികയൊക്കെ ചെയ്ത് ഇവർ പറയുന്ന അനുസരിച്ച് ഇവരുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ ഇവരിതുപോലുള്ള കാര്യത്തിൽ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ അൻസിബ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ആ കൊച്ച് അവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇവിടെ ലക്ഷ്മിപ്രിയ വന്നിട്ട് പറയുന്നത് എന്തുവാണ്, ഞാൻ ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനല്ല, ഇവിടെ ഇതിനു വേണ്ടി നീരും എല്ലാം ഒഴുക്കുന്ന ഒറ്റ ഒരുത്തി അൻസിബയാണ്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. ഞാൻ പറഞ്ഞു ഇക്ക സഞ്ജീവനിന്ന് മാറ്റിയതല്ല, നമ്മളൊരു പുതിയ ടീം വന്നിട്ടുണ്ട്. നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഉണ്ടാവുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കേണ്ടത്? അത്രയും നല്ലതല്ലേ. പിന്നെ നമുക്ക് സമയം തരും. നമുക്ക് നമ്മളുടെ കമ്മിറ്റി രീതി, നമ്മളുടെ രീതിയിൽ നമുക്ക് അത് എന്താ പറയാ, നമുക്കും സഞ്ജീവനി നമ്മുടെ രീതിയിൽ നടത്താനുള്ള ഒരു ഫ്രീഡം തരും. അപ്പൊ പറഞ്ഞു ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് എന്നെല്ലാം ഒരു തെറ്റിദ്ധാരണ. ഒരുപാട് മെമ്പേഴ്സ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ആദ്യം വിളിച്ചത് മജീദാണ്. നമ്മൾ ഒരു കാരണവശാലും ഒരു സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസോ ഒരു രീതിയിലും അങ്ങനത്തെ കാര്യങ്ങള് നമ്മൾ സപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഡോക്ടർ റോണിന്റെ മുകളില് അൻസിബ പൊതുവേദിയില് മീഡിയ മുമ്പാകെ ഇങ്ങനെ പറയുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. ബിക്കോസ് അൻസിബ ഇപ്പൊ പറയുന്നത് ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യവും കറക്റ്റ് ചെയ്തിട്ടില്ല.
എല്ലാം ഇതിന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കമ്മിറ്റി മുമ്പാകെ മീഡിയ മുമ്പാകെ കമ്മിറ്റി വന്നിട്ട് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ എല്ലാത്തിലും അവസാനം ഒരു അമ്മയാണ് ഇതില് ബുദ്ധിമുട്ടുന്നത്. അമ്മ അസോസിയേഷനാണ് നാറുന്നത്. ഇവിടെ ആരാ ഇതൊക്കെ നാറ്റിച്ചത്? പറ. ഇവിടെ ആരാ കൊണ്ട് ഈ പറയുന്ന അൻസിബയ്ക്കെതിരെ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത്? പിന്നെ ആരാണ് ഇതൊക്കെ മീഡിയയിൽ വിളിച്ചു പറഞ്ഞത്? ടിനി ടോമിന്റെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന നമ്മുടെ ലക്ഷ്മിപ്രിയ വന്നിട്ടായിരുന്നല്ലോ അൻസിബയുടെ പേര് ഇട്ടതും ഞാൻ കൊണ്ട് കേസ് കൊടുത്തത്, അങ്ങനെ അത് മാസമായിട്ട് പറഞ്ഞതൊക്കെ മറന്നോ ചേച്ചി? ഇതെല്ലാം കൊണ്ട് നാട്ടിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാണ്. എന്നിട്ട് ഒരു പെണ്ണിന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കാന്ന് കരുതി. തെറ്റിപ്പോയി. നിങ്ങൾക്ക് അവിടെ തെറ്റിപ്പോയി സത്യം പറഞ്ഞാലോ. അവിടെ ഈ പെണ്ണിന് ജസ്റ്റിസ് കിട്ടണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. പൊട്ടത്തരം വിളിച്ച് പറയുന്നത് കേട്ടില്ലേ? അതും ഗ്രൂപ്പിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചേച്ചി. ഓക്കെ, എനിക്ക് സങ്കടം വരുന്നത്. ബിക്കോസ് എന്നെ നിങ്ങളെല്ലാരും ആരൊക്കെ വോട്ട് ചെയ്തു അവരെല്ലാരും എന്നെ ഈ സ്ഥാനത്തിൽ ഇരുത്തിയത് അമ്മ അസോസിയേഷന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കമ്മിറ്റിയിൽ ഒരു പാനൽ ഇല്ലായ്മ, നമ്മുടെ കമ്മിറ്റിയിൽ അൻസിബ പോലെ ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാര് വന്ന് ഇന്ന് വിസിൽ ബ്ലോവർ ആയിട്ട് മീഡിയ മുമ്പാകെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ബാക്കി ആൾക്കാർ എന്തൊക്കെയോ പറയുന്നത് കൈ വിട്ടുപോയി. സോ താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും പറയാണ്. പക്ഷെ ഡോക്ടർ റോണീനെ ഒരു കാരണവശാലും ഞാനോ എന്റെ കമ്മിറ്റിന്റെ ഒരാളും തെറ്റിദ്ധരിക്കില്ല. ബിക്കോസ് ഹീസ് എ പ്രോപ്പർ ഡോക്ടർ ആൻഡ് വി ആർ വെരി പ്രൗഡ് ഓഫ് സഞ്ജീവനി ആൻഡ് ഡോക്ടർ റോണി, അഞ്ജലി ആൻഡ് ആശ സൂപ്പർബായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട് ചേച്ചി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എല്ലാവർക്കും വെട്ടിപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഇനി ടിനി ടോമിൻ്റെ കേസ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. അത് കഴിഞ്ഞിട്ട് ഒരു വോയിസ് ഉണ്ട്, മിസ് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് നമുക്കിവിടെ ആവശ്യം. ടിനി ടോമിനെതിരെ വിശദമായ അന്വേഷണം വേണമെന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പ്രഥമ ദൃഷ്ട്യാ ടിനി ടോം കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ഉത്തരവിൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കുന്നു. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ജിഹാദി അടക്കമുള്ള പരാമർശങ്ങൾ ടിനി ടോം തമാശയ്ക്ക് വിളിച്ചതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കോടതി ഉത്തരവ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. അവരുടെ സംഘടനയ്ക്ക് ഇടയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഓക്കെ, അവർ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരുപാട് പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. നേരത്തെ അവർ തമ്മിൽ സംസാരിച്ച് തീറ്റ കാര്യങ്ങൾ പിന്നെ സാറ്റിസ്ഫൈ ആയിട്ടില്ലെന്ന് പറഞ്ഞ രീതിയിൽ പിന്നെ ഒരു ACP നേതൃത്വത്തിൽ തന്നെ നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. അതിനാണ് നമുക്ക് മുൻകൂട്ടി പോയത്. അവർ തമ്മിലുള്ള അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, മറ്റവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങൾ അത് നോക്കിയിട്ട് നമുക്ക് ആ സമയത്തിൽ ഉള്ള എവിഡൻസ് നോക്കിയിട്ട് പോലീസ് ഒരു തീരുമാനം എടുക്കും. ഇപ്പം ജുഡീഷ്യറിയുടെ അത് പരിഗണനയാണ്. അത് ഇവിടെ വരുന്നുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാം. കോടതിയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ അതിനുള്ള ആർഡർ കാപ്പിക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത് വന്നെങ്കിൽ അതനുസരിച്ച് മുൻകൂട്ടി പോകും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, ജിഹാദി എന്നൊക്കെ പറയുന്നത് തമാശയ്ക്ക് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ? ഇത്തരം ഒരു ധാരണയൊക്കെ വേണ്ടേ ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ? എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? വിഷ്ണു സുരേഷ്. ദിലീപ്, പോലീസിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ജിഹാദി എന്നും അതോടൊപ്പം തന്നെ ഡബിൾ ഡാഡി സിൻഡ്രോം തുടങ്ങിയ വാക്കുകളൊക്കെയാണ് ടിനി ടോം ഉപയോഗിച്ചത്. പക്ഷേ അത് പോലീസ് ഇതിനെ വെറും നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ചേ, ഈ ജാതിയുടെയും മതത്തിന്റെയും പേരൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചേ, ഇതൊക്കെ വകുപ്പിൽ പോകേണ്ട കേസുകെട്ടാണ്. അപ്പോൾ ടിനിക്ക് എത്രമാത്രം ഹോൾഡ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ എത്രമാത്രം ഹോൾഡ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. കൊള്ളാൻ തരും. വാർത്തകൾ പരിശോധിക്കാൻ വിശദമായി. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കണമെന്ന കോടതി. ഇത് ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്. ഇന്നലെ അണ്ണൻ നൈസായിട്ട് അങ്ങ് ഊരിപ്പോകുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. പണ്ടൊക്കെ ഭയങ്കര നട്ടലുള്ളവനാണ് കാണിക്കുമായിരുന്നു. പണ്ടൊക്കെ ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ആൾക്കാരോടൊക്കെ സംസാരിക്കാനൊക്കെ ചെല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ കോമഡി പീസാണ്, ഉള്ള കാര്യം പറയല്ല. പേടിയുണ്ട് ഇവൻ്റെയൊക്കെ ലൈഫിൽ. കാരണം ആ കൊച്ചിന് അതുപോലെ സപ്പോർട്ടുണ്ട്. എന്ത് മനുഷ്യനാണാവോ. എന്തായാലും ഇയാൾ കാരണം UK പോയൊരു മനുഷ്യനുണ്ട്. സ്വന്തം ഭാര്യ അമ്മയൊക്കെ ഓർത്തിട്ടാണ് പുള്ളി പോവുകയൊക്കെ ചെയ്തത്. നാട്ടിൽ നിന്ന് അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയിട്ട്.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവൻ കാരണം, ഇവൻ്റെ മകൻ കാരണം ഒരാൾ നാട് വിട്ടു പോകാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം ദ്രോഹമാണ് അന്ന് സ്റ്റേഷനിൽ വെച്ച് ഇവർ കാട്ടിക്കൂട്ടിയത് ഇദ്ദേഹത്തിനോടെന്നറിയാമോ? പോലീസൊക്കെ ഇപ്പം പറയുന്ന പോലാണ് കേൾക്കുന്നത്. ആരും നമ്മുടെ കഥാനായകൻ ടിനിയണ്ണൻ പറയുന്ന പോലെ. ഓക്കെ, എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്നത് കൂടെ ഒന്ന് വെക്കാം. നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. രാവിലെ എണീറ്റപ്പോ തന്നെ നല്ല കാര്യം വാർത്ത കേട്ടു. എന്തായാലും എല്ലാവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു വിശ്വാസം വന്നു. ഇത് ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ പെൺകുട്ടി ഒറ്റയ്ക്ക് പോരാടി ഒരു വിജയത്തിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻസിബ എന്താ പറയാ, ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു പൊതുജനം എന്നുള്ള നിലയിൽ കൺഗ്രാജുലേഷൻ, ഓൾ ദ വെരി ബെസ്റ്റ്, കീപ് ഗോയിങ്, കീപ് മൂവിങ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. എത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും വധഭീഷണി തന്നെ ഉണ്ടായാലും വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കും തനിക്കും ഒന്നും, നമ്മളെപ്പോലുള്ളവർക്കൊന്നും കൂലിക്ക് എടുത്ത് ശീലമില്ല. ആരെയും കൂലിക്ക് എടുത്ത് ശീലമില്ല, ശരിയല്ലേ? കാരണം നമ്മൾ തന്നെയാണ് ഇറങ്ങുകയാണ്, നമ്മള് വഴിക്കാണ്ട് ഇറങ്ങുകയാണ്, നമ്മുടെ വഴിക്കാണ്ട് ഇറങ്ങുകയാണ്. അത് നമുക്ക് കൂലിക്ക് എടുത്തൊന്നും ശീലമില്ല. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ദൈവം തന്റെ കൂടെ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ബോധ്യമായിട്ടുണ്ട്. നിന്റെ അമ്മ കല്ലെടുത്ത് എറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നീ പണ്ട് നിന്റെ പേര് ഇഷ്ടം പോലെ കേസുണ്ട്. നീ പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോ പിള്ളേര് കോമ്പസ് കൊണ്ട് വരച്ചു നോട്ട്, പിള്ളേരൊക്കെ എന്റെ വീട്ടിലാ വന്നത്. ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും. ഈ പിള്ളേരൊക്കെ ചേട്ടന്റെ വീട്ടിൽ വരാനായിട്ട് ചേട്ടൻ ആരാ? വേളാങ്കണ്ണി മാതാവാ? അല്ലെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട? ഈ പിള്ളേരൊക്കെ 2006 സംഭവിച്ചൊരു കാര്യം ഇപ്പൊ ചേട്ടൻ കുത്തിപ്പോക്കേണ്ട കാര്യം എന്തായിരുന്നു? അല്ല, ഇപ്പൊ ചേട്ടൻ പറയേണ്ട ചേതോവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടോ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അഴകേരാവളിൽ ഇവിടെ 100 രൂപ കൊടുക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് മേടിക്കാനാ വന്ന. എല്ലാ ദിവസവും കൊടുക്കണ്ടോ 100 രൂപ? അതോ ഇന്ന് മാത്രമേ ഉള്ളോ? അല്ല, എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അഡ്രസ്സ് പറഞ്ഞുതരാം, വീട്ടിൽ കൊടുത്താ ഇതുള്ള രീതിക്ക്. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. പിന്നെ കൃപാസന മാതാവിന് ഉടമ്പടി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. മാതാവിനായാലും പിതാവിനായാലും ന്യായം ആരുടെ ഭാഗത്താണോ അവര് എന്താ പറയാ നമ്മളെ അനുഗ്രഹിക്കും. ന്യായത്തിന്റെ ഭാഗത്ത്, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ മാത്രം. ഓക്കെ. പിന്നെ ചേട്ടാ, ഈ കുറച്ചു ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുന്നേ എന്റെ വീഡിയോ വൈറലായി എന്നും പറഞ്ഞ ചേട്ടൻ ഈ ആലുവ സ്റ്റേഷനിൽ വീണ്ടും കൊണ്ടുപോയി വാട്സാപ്പിൽ പരാതി അയച്ചു കൊടുത്തു. വാട്സാപ്പിൽ. അതിന് മുന്നേ ചേട്ടന്റെ മോനെ അമൃതം പൊടിക്ക് എന്നാണ്ട് പിടിച്ചു എന്ന് ഇങ്ങനെ കേട്ടോ. അമൃതം പൊടി കയ്യിൽ വെച്ചേനോ? അതെല്ലാരും കണ്ടല്ലേ? ഈ പറയുന്ന ലഹരിക്കെതിരെ സംസാരിച്ചൊരു വ്യക്തിയാ. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇവന്റെ മോൻ പോലീസ് പൊക്കി. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം വീട്ടിലിരിക്കുന്നവനെ നന്നാക്കടാ, എന്നിട്ട് നീ നാട്ടിലുള്ളവനെ നന്നാക്കാൻ നടക്ക്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സത്യം പറഞ്ഞു, ഒരു നട്ടലില്ലാത്തവനായി ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇവനെന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സലിംകുമാറിന്റെ മരണത്തിൽ ഇദ്ദേഹം വന്നിരുന്ന കരഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, ആ ഒരു കരച്ചിൽ, ഒരു കുഞ്ഞിലെ മുതലുള്ള പരിചയവും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു സുഹൃത്തിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ കണ്ടത്. അത് ആത്മാർത്ഥമായിട്ട് തന്നെ കരഞ്ഞു. അവൻ ഒരുപാട് ട്രോളായിട്ടായിരുന്നു ആ വിഷയത്തിൽ. അപ്പോൾ നമ്മൾ നല്ലത് കണ്ട നല്ലത് പറയും, ചീത്ത കണ്ട ചീത്ത പറയും. നമ്മുടെ രീതി അങ്ങനെയാണ്. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. അണ്ണം പറ. അമൃതം പൊടിയോ പാലും വെള്ളോ എന്നിട്ടാണ് പട്ടി ബിസ്ക്കറ്റോ ഏതാണ്ട് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഹിൽ പാലസ് പോലീസ് പിടിച്ചു. എനിക്കറിയില്ല, ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. ഈ മറ്റേ എന്താ പറയാ പഞ്ചാബോ ടീഡിയോ ബ്രൗൺ ഷുഗറോ നമുക്ക് അറിയാനും പാടില്ല ഇത് എന്തൊക്കെയാന്നുള്ളത്. ഏതാണ്ട് ഈ അർഗം പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളതൊന്നും യൂസ് ചെയ്യാറില്ല. ചേട്ടന്റെ മോൻ പറഞ്ഞ പോലെ ഞാൻ പ്രോട്ടീൻ പൗഡർ തന്നെ കഴിക്കണം. അത് ഇപ്പോഴും രാവിലെ കഴിച്ചു. ഉച്ചയ്ക്ക് ഇനി 10 മുട്ട കഴിക്കണം. അപ്പൊ അത് എന്റെ സംസ്കാരമാണ്. ചേട്ടന്റെ മോൻ അമൃതം പൊടി അത് ചേട്ടന്റെ മോന്റെ സംസ്കാരമായിരിക്കാം. അപ്പൊ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെ വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ മതി. എന്തായാലും ചേട്ടാ, എനിക്ക് സേഫർ സൈഡായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് ആയിട്ടൊരു പരാതി ഓൺലൈൻ വഴി, ചേട്ടാ പോലെ വാട്സപ്പിലൊന്നും അല്ല കേട്ടോ, ഞാൻ അത്ര ചീപ്പല്ല. കാരണം ഞാനല്ല ശമ്പളം കൊടുക്കുന്നത്, ഗവൺമെന്റിന് ഞാനല്ല ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ത്രൂ പ്രോപ്പർ ചാനൽ ഞാൻ മെയിൽ വഴി ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ അയച്ചിട്ടുണ്ട്.
ദെൻ അപ്പൊ അതിന്റേതായ അക്നോളജ്മെന്റ് ഞാനൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അറിയില്ല ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ, ആ കുട്ടി എത്ര നാളെ ഓടി നടന്നിട്ടാ ഇപ്പൊ ഇന്നൊരു ഇതായത്. അപ്പൊ ഇനിയിപ്പോ വേണ്ടി വന്നാൽ നമുക്ക് കോടതിയെ തന്നെ, ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ സമീപിച്ചാലേ പറ്റുള്ളൂ. കാരണം ചേട്ടന്റെ മോൻ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന വീഡിയോ ഞാൻ അയച്ചു കൊടുത്തത്, ആ തെളിവ് എന്റെ കയ്യിലുണ്ടേ. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെ കഞ്ചാവെന്ന് യൂസ് ചെയ്തെന്നും പറഞ്ഞ് എനിക്കെതിരെ കേസെടുക്കാൻ നോക്കി അല്ലെ. ആ പെൺകൊച്ച് പല പോലീസ് സ്റ്റേഷനിൽ ഓടി നടന്നപ്പോ എന്താ പറയാ, കഴമ്പില്ലാന്ന്. ഇനി എന്താ വെട്ടിക്കൊല്ലണോ? ആ പെൺകൊച്ചിനെ നിങ്ങൾ വെട്ടിക്കൊന്നാലേ നിങ്ങൾ കേസെടുക്കുള്ള. എനിക്കറിയില്ല ഈ ചേട്ടൻ എങ്ങനെയാ ചേട്ടാ ഇത്രയും ഇൻഫ്ലുവൻസ് കിട്ടിയത് ഈ പോലീസ് സ്റ്റേഷനിൽ? അതിനും വേണ്ടും പടത്തിലൊന്നും ചേട്ടൻ അഭിനയിച്ചിട്ടില്ലല്ലോ, ഒരു അവാർഡ് പോലും ചേട്ടന് കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ആരുടെയൊക്കെ സൗണ്ട് എടുത്താലും ചേട്ടന്റെ സൗണ്ട് തന്നെയാ, ആരെയൊക്കെ കോക്കറി കാണിച്ചാലും അത് ചേട്ടന്റെ കോക്കറി ആയിട്ട് തന്നെയാ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്? നമുക്കും കൂടി ഒന്ന് പറഞ്ഞ ഇതിന്റെ ഈ ഒരു ഇതിന്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ, ഹബീബിയോ എന്നിട്ടൊക്കെ പറയില്ലേ സിനിമയില്, അതേപോലെ ചേട്ടൻ എങ്ങനെയാ, അതൊന്നും നമുക്ക് കൂടി ഒന്ന് പറഞ്ഞാ. അതായത് ഈ അമ്മയുടെ കണക്കിന്ന് ഇവർക്കും കൊടുക്കണ്ടോ കുറേശ്ശെ ആയിട്ട്? അപ്പൊ കണക്ക് പുറത്തു വിട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ചേട്ടാ ഈ പടമൊന്നും ഇല്ല, റിയാലിറ്റി ഷോസിൽ നിന്ന് ഇത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഈ വണ്ടിയിലൊക്കെ പെട്രോൾ അടിക്കാൻ അപ്പൊ ഇങ്ങനെ തന്നെയാണല്ലേ കാര്യങ്ങള്? അല്ലാണ്ട് മൂത്രം ഒഴിച്ച മസ്താങ്ങോടോ 5 ലിറ്റർ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് 5 ലിറ്റർ പെട്രോൾ വേണം ഇത് സ്റ്റാർട്ട് ആക്കണമെങ്കിൽ. അപ്പൊ 5 ലിറ്റർ മൂത്രമൊന്നും എന്നെ കൊണ്ട് ഒഴിക്കാൻ പറ്റേട്ടാ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2-3 ലിറ്റർ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ കഷ്ടം, അയ്യോ പാവം. പിന്നെ ചേട്ടാ ഈ എന്താ പറയാ, അപ്പൊ എന്തായാലും ചേട്ടനപ്പൊ ഇങ്ങനെയൊക്കെ ഒരാളായിരുന്നല്ലേ. പിന്നെ ഈ കഴിഞ്ഞ 20-ാം തീയതി പെരിയാർ ഹെർമിറ്റേജില് സർവേ നടത്താനായിട്ട് കുറച്ച് ടീമുകൾ വന്നു. ഈ കയ്യേറിയ സ്ഥലം എന്തൊക്കെയാണ് അളക്കാൻ ഇതിനൊക്കെ ആയിട്ട് കുറച്ച് ടീമുകൾ, 2 ഉദ്യോഗസ്ഥന്മാർ വന്നു ചേട്ടൻ അവരെ വിളിച്ചിട്ട് അത് തടഞ്ഞു വെക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഉള്ളത് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞാണ്, കോമ്പൗണ്ടിന് പുറത്തുനിന്ന് അറിഞ്ഞാണ്. കാരണം കോമ്പൗണ്ടിലുള്ള ഒരു ചേട്ടൻ സ്തുതിപാടി നടക്കുകയല്ലേ. കാരണം ചേട്ടൻ വന്ന് കയറിയതിന് ശേഷം കോമ്പൗണ്ടിലുള്ള സകല ചമ്മാനും ചെരുപ്പുത്തികളും ചില വിഭാഗക്കാര് സെലിബ്രിറ്റീസാ. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോട്ടെ, കാരണം ഇനിയിപ്പോ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്താണ് ചേട്ടന്റെ ഇത്രയും ഇൻഫ്ലുവൻസ് എന്താണ് പോലീസ് സ്റ്റേഷനിൽ ചേട്ടന്റെ ചെലുത്താൻ? ഇങ്ങനെ എന്താണ് ചേട്ടന്റെ പവർ? എന്താണ് നമുക്കൂടി ഒന്ന് പറഞ്ഞതാ. കാരണം 2 വട്ടം എന്റെ അച്ഛനെയും അമ്മയും വിളിച്ചു. 1 വട്ടം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി 4 മണിക്കുള്ളിൽ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഡീപോർട്ട് ചെയ്യുന്ന എന്റെ അച്ഛനോട് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ മോനെ അമൃതം പൊടി കയ്യിൽ വെച്ച് പിടിച്ചില്ലേ, അന്നേരമാണ്. അതായത് മാസമാണ് ഫെബ്രുവരി മാർച്ച് എങ്ങാണ്ടാന്ന് തോന്നുന്നു, ആയിടൊന്നു. പ്രൂഫൊക്കെ എങ്ങനെയുണ്ട്, വോയിസ് ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ ഇതിന് വേറെ കുറെ തെളിവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മോൻ അമൃതം പൊടി എവിടുന്ന വാങ്ങണ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് നമ്മുടെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഇനി ബന്ധപ്പെട്ടവര് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ചേട്ടൻ അറിയാലോ മോനെ എവിടുന്നാ മേടിച്ചതൊക്കെ തന്നെ. അപ്പൊ ചേട്ടൻ ഈ എല്ലാ സ്റ്റേഷനിലും ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ കൊടുത്തു വയ്ക്കുവോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഈ ഞാൻ നോക്കുമ്പോൾ VD സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി, ഈ പറയുന്ന സലിംകുമാറിൻ്റെ അനുസ്മരണ സമയത്ത് ഈ പറഞ്ഞ ടീനിയും VD സതീശനും ഒക്കെയാണ് കൂടെ നിൽക്കുകയൊക്കെ ചെയ്തത്. എൻ്റെ പൊന്നു മുഖ്യമന്ത്രി, ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അതേണ്ടേ ആദ്യം ഇവൻ്റെ മോനെ തൂക്കണം, ഇവൻ്റെ മോൻ്റെ അടുത്ത് അന്വേഷണം പോകണം. ഏതൊക്കെ രീതിയിൽ കൂടാണ് ഇവൻ സാധനം ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് അപ്പം അറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ മോനെ പിടിക്കണം. അവൻ്റെ അഹങ്കാരം, അവൻ്റെ സംസാര രീതിയാണെങ്കിലും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് അവൻ്റെ പേട്ടി ഇറക്കാനൊക്കെ. ഒരുത്തൻ്റെ ജീവിതം കണ്ടില്ലേ, പണത്തിൻ്റെ ഇതും അഹങ്കാരവും ഹോൾഡും ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയാസമാണെന്നും പറഞ്ഞുള്ള രീതിയിലാണ്. എന്റെ പൊന്നളിയാ, എന്താണ് ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ? ഭയങ്കര കഷ്ടമാണ്. ചേട്ടന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്കാണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ചേട്ടൻ വീണ്ടും കാശ് കൊടുത്ത് മുതിരപ്പാടം കേസുകൾ പറയണ്ട, വേണ്ട, ഡോട്ടു അതിലോട്ടൊന്നും ഞാൻ പോണില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ ലോക തോൽവിയായി പോകും. മുതിരപ്പാടത്തേട്ട പണ്ട് താമസിച്ചിട്ടില്ലേ അവിടെ, അതൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ടൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്ന വീടാണെന്ന് തോന്നുന്നു കേട്ടിട്ട് പറയാനുള്ള, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പുറത്തു വിട്ടാണ്ടല്ലോ ഏട്ടാ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പടമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്നുള്ളത് എക്സിക്യൂട്ടീവിൽ കയറിയിട്ട് നല്ല പേശാതെ ഇങ്ങനെയാണല്ലോ, അല്ലേ മുട്ടടിക്കാല പേശ. അപ്പൊ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്റെ ഭാഗത്തുനിന്നൊരു വീഡിയോ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ആ കുട്ടിക്ക് നീതി കിട്ടാനുള്ളത് കിട്ടി. ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു, ഭയങ്കര വൾഗറായിരുന്നു.
അപ്പോ എന്തായാലും കാര്യങ്ങൾ അതിന്റെ മുറയ്ക്കുള്ള നടക്കട്ടെ. ഇനി ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ ആ കുട്ടിക്ക് ഇനി ഫെർദർ നീതി നടപ്പാക്കണോ വേണ്ടെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തന്നെയാണ് എല്ലാവരെയും സെലക്ട് ചെയ്തും അറിയായിരിക്കും. ബന്ധപ്പെട്ടവർ ആഭ്യന്തരമന്ത്രി അടക്കം ആ കുട്ടി രമേശ് ചെന്നിത്തല സാറിന്റെ അടുത്തൊക്കെ കുട്ടി പോയി എന്റെ ഒരു റിസൾട്ടാണ് ഈ കിട്ടിയത്, അപ്പൊ ഡയറക്റ്റ് പോണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിനും പൊതുജനം എന്ന് പറയുന്ന വിഭാഗം ഡയറക്റ്റ് മന്ത്രിമാരെ പോയി കാണേണ്ട ഗതികേട് വന്നേക്കാണ്. പോലീസ് ഇരിക്കുന്ന എംഎംമാരെ ഈ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യിപ്പിച്ച് മറ്റേ കാശിന്റെ ഹുങ്ങിന്റെ പുറത്ത് ചിലപ്പോ പറയാൻ പറ്റില്ല, ഈ മറ്റേ 65 ലക്ഷത്തിന്റെയും പിന്നെ അദാനി ഗ്രൂപ്പിന്റെ 15 കോടിയുടെ ഒക്കെ എനിക്കറിയില്ല കേട്ടോ, കിട്ടണ്ടാവുമായിരിക്കാം, ഐ ഡോണ്ട് നോ. എന്തായാലും ഇനിയിപ്പോ നാളെ എനിക്കെതിരെ കേസ് വരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടാ. എന്തായാലും ഞാനവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം ഇങ്ങനെ പറഞ്ഞ് ജിമ്മനാണ് മൊണ്ണയാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞതാ ആര്? ടിനി. ഇപ്പൊ ദേ കിടക്കുന്നു, ഓരോ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇയാൾ ആ സമയത്ത് അടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പുള്ളി കൊടുക്കുന്നുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇങ്ങനെയുള്ള ചങ്കൂറ്റുള്ള കുറച്ച് ആണുങ്ങളുള്ളത് നല്ലതാണ്. ഇപ്പം ഈ കേസ് കേട്ട് എല്ലാവരും വിട്ട്, ഇപ്പം ന്യൂസിലാണെങ്കിലും ആൾക്കാർക്കൊന്നും വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, എടാ നിനക്കൊക്കെ ഇത് വിടാറായില്ലേടാ, എടാ ഒരു പെണ്ണിൻ്റെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നത്, അതും കൂടെ ആലോചിച്ച് നോക്കുക. ഞങ്ങളുടെ വീഡിയോയിൽ ഇതൊക്കെ വന്നിട്ട് പറയും, ഞങ്ങൾ റീച്ചുള്ള കണ്ടന്റ് ആണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ അങ്ങനല്ല, ഞങ്ങളൊരു കാര്യം തീർക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിട്ടേ പോകത്തുള്ളൂ. എല്ലാവരും വിട്ടെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ ബൈ.